അമ്പലപ്പുഴ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നിവിടങ്ങളിലെ വിജയം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വിമത വിജയം തന്നെയാണത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, തളിപ്പറമ്പ് ടി കെ ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ ഇവരുടെ വിജയമാണ്. ഈ വിജയത്തെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഈ വിജയം നോക്കി കാണുമ്പോൾ? അതെ, സി പി എമ്മിനെതിരെ ആണ് ഇവർ മൂന്നുപേരും മത്സരിച്ചത്. സി പി എം സ്ഥാനാർത്ഥികളായിരുന്നു. പയ്യന്നൂരിലെ നിലവിലെ സി പി എമ്മിൻ്റെ എം എൽ എ, അതുപോലെ അമ്പലപ്പുഴയിലും എം എൽ എ, തളിപ്പറമ്പിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും എതിരെ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ പാർട്ടിയുടെ സജീവ നേതാക്കൾ ആയിരുന്ന ആളുകളാണ് മത്സരിക്കുന്നത്. അതായത് അമ്പലപ്പുഴയിലാണെങ്കിലും മുൻ മന്ത്രി ജി സുധാകരൻ, അദ്ദേഹം 60 വർഷത്തോളം ആയിട്ട് സി പി എമ്മിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും കഴിഞ്ഞ 5-6 വർഷമായിട്ട് നിശബ്ദനായി കഴിയുകയും ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നത്, അതായത് എന്നെ നിങ്ങളിങ്ങനെ അവഗണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സാറ് പറഞ്ഞ പോലെ 96-ൽ കായംകുളത്ത് നിന്ന് വിജയിച്ചു. 2451 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന്. 2006ലേക്ക് വരുമ്പോൾ അമ്പലപ്പുഴയിൽ 11,929 വോട്ട്, 2011 16,580 വോട്ട്, 2016ലേക്ക് വരുമ്പോൾ 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇത്തവണ 27,663 വോട്ട്. അത് ഇവർ 3 പേരും ഉയർത്തിയിരിക്കുന്ന അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട്. അത് സി പി എം നേതൃത്വത്തിനെതിരെയുള്ളതാണ്. ഒന്ന്, അമ്പലപ്പുഴയിൽ സുധാകരൻ നേരത്തെ തന്നെ പറയുന്നത് ആലപ്പുഴയിലെ പാർട്ടിയുടെ ക്യാരക്ടർ തന്നെ പോയിരിക്കുന്നു. അത് തീവ്രമായി മതവൽക്കരിക്കപ്പെട്ടു. അവിടെ എച്ച് സലാം നേരത്തെ സ്ഥാനാർത്ഥിയായി വരികയും സുധാകരന് എന്തോ മാനദണ്ഡങ്ങളുടെ പേരിൽ മത്സരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിശബ്ദനായി. പൊതു മാനദണ്ഡമാണെങ്കിൽ അതിനനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം അവിടെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് പാർട്ടിയിലേക്ക് ഇസ്ലാമിക തീവ്രവാദം കടന്നു കയറുന്നു എന്നായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം സുധാകരനാണെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതിന് തെളിവുണ്ടെങ്കിൽ ആളുകൾ ഹാജരാക്കട്ടെ. പക്ഷേ അതേപ്പറ്റി അന്വേഷണം വന്നു. പാർട്ടിയിൽ സലാമിനെ തോൽപ്പിക്കാനായിട്ട് സുധാകരൻ ശ്രമിച്ചോ എന്ന അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ ഒരു കുറ്റമൊന്നും കൊണ്ടുവന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാവുന്ന ഒരു നടപടിയിലേക്കൊന്നും പോയില്ല. പക്ഷേ ഈ തവണ അദ്ദേഹം ഇത്രയും കാലം നിശബ്ദനായിരുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഈ അംഗത്വം പുതുക്കുന്ന അവസരത്തിലോ സുധാകരൻ അംഗത്വം പുതുക്കിയില്ല. പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം നിശബ്ദനായി. അപ്പോൾ അത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഞാൻ ഇനി സി പി എമ്മിലില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. അത് തുടർന്നപ്പോൾ അതൊരു പ്രതിഷേധമാണല്ലോ എന്ന് കരുതി പാർട്ടി നേതാക്കളെ പലരെയും നേതൃത്വം പറഞ്ഞു വിട്ടു ഇദ്ദേഹമായിട്ട് സംസാരിക്കാൻ, ഒരു കൺസിലിയേഷൻ. അവസാനം നമ്മൾ കണ്ടത് CS സുജാത സുധാകരനെ നേരിട്ട് കാണാൻ വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കാൾ, അതായത് പ്രവർത്തന പരിചയം കുറഞ്ഞ ഇപ്പോൾ അതായത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ പാർട്ടിയിൽ, അതിനനുസരിച്ചിട്ടുള്ള ആളുകളെ അല്ല ആദ്യം ചർച്ചയ്ക്ക് വിട്ടത് എന്നുള്ള ഒരു ആക്ഷേപം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് തന്നോട് തുല്യത നിൽക്കുന്ന ആളുകളല്ല സംസാരിക്കാൻ വന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ഒക്കെ പോട്ടെ, അദ്ദേഹം പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി സംസാരിച്ചതാണ്. അപ്പോൾ സി പി എമ്മിൽ അങ്ങനെ ഹയറാർക്കിക്കൽ ഓർഡറൊക്കെ ഉണ്ടോ? അങ്ങനെ പാടുണ്ടോ? എല്ലാവരും സമന്മാരാണെന്നല്ലേ താത്വികമായി പറയുന്നത്. അപ്പോൾ അതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ സുധാകരൻ ചെറുതായി പോകും. അതല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ, പാർട്ടിയുടെ ഏതോ ഒരു ബോസെന്ന് നമ്മളെന്തിനാ പറയുന്നത്, മുഖ്യമന്ത്രിയുമായി പറ്റി നിൽക്കുന്ന ആളുകൾക്കും സുധാകരൻ്റെ സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും ഇഷ്ടമല്ല.
അദ്ദേഹത്തെ ഹിതകരമല്ലാത്ത ആളുകളെ ഇങ്ങനെ ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ഒരു എത്രയോ പേര് ആലപ്പുഴ തന്നെ മാറ്റി നിർത്തപ്പെട്ട വേറെ നേതാക്കളുണ്ടല്ലോ. സുധാകരൻ പക്ഷേ അതിനോട് അങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം റബൽ ചെയ്തു. അവിടുത്തെ നിലവിലെ MLA-ക്കെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ UDF അദ്ദേഹത്തെ പിന്തുണച്ചു. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്താതെ സുധാകരനെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് തളിപ്പറമ്പിലെ ഇഷ്യൂ വരുന്നത്. TK ഗോവിന്ദൻ. TK ഗോവിന്ദൻ എന്ന് പറയുന്നത് ജില്ലയിലെ ഒരു നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ 6 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം അവിടുത്തെ നിശബ്ദനായി ഡിസ്ട്രിക്ട് ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രോങ് ലീഡറാണ് TK ഗോവിന്ദൻ. അദ്ദേഹം പാർട്ടി നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ്റെ വൈഫിനെ, ഗോവിന്ദൻ മത്സരിച്ച സീറ്റാണ് 3 തവണ MLA. അതുകൊണ്ട് 4ാം തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയാകട്ടെ എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള സ്വജനപക്ഷപാതത്തെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗോവിന്ദൻ അവിടെ മത്സരിച്ചത്. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പാർട്ടിക്കെതിരെ റബൽ ചെയ്യുന്നവർ ജയിച്ചു വരുമെന്ന്. പക്ഷേ ഗോവിന്ദന് UDF-ൻ്റെ പിന്തുണയുണ്ടായി. അഭൂതപൂർവമായ രാഷ്ട്രീയ സിറ്റുവേഷനിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. 12,627 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ നേരത്തെ തന്നെ സുധാകരൻ ജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അമ്പലപ്പുഴയിൽ ലഭിച്ചത്. അപ്പോൾ ആ തരത്തിൽ ഈ റബലിന് ഇത്രയും പിന്തുണ ലഭിക്കണമെങ്കിൽ അത് UDF-ൻ്റെ മാത്രം വോട്ടല്ല, CPM-ലുള്ള കുറേ ആളുകളും ഇവർക്കെല്ലാം വോട്ട് ചെയ്തു. അപ്പോൾ CPM-ൻ്റെ ഈ പോക്കിൽ CPM-ൻ്റെ അണികൾക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്ന് വ്യക്തം. അത് അല്ലെങ്കിൽ തന്നെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടപ്പോൾ 9-ാം തീയതി വൈകുന്നേരം തന്നെ നമുക്കത് മനസ്സിലായി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇപ്പോൾ കേരളത്തിലെ പൊതു പെർസെൻറ്റേജ് ഇല്ല, അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കണ്ണൂരും കാസർഗോഡും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ അർത്ഥം പാർട്ടിയുടെ പല ആളുകളും വോട്ട് ചെയ്യാൻ പോയില്ല എന്നാണ്. പാർട്ടിക്ക് അവിടെ ലഭിക്കേണ്ട വോട്ടുകൾ പലതും ചെയ്യപ്പെട്ടില്ല. ചെയ്ത വോട്ട് പാർട്ടിക്ക് എതിരായിട്ടുമാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ തോൽക്കണം എന്ന് തീരുമാനിച്ചതിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരോ UDF പ്രവർത്തകരോ അല്ല, CPM-കാർ തന്നെയാണ്. പാർട്ടി ഇനിയും തുടർ ഭരണത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ ഭരണം ഉണ്ടാവും, പാർട്ടി ഇല്ലാതെയാകും. അപ്പോൾ പാർട്ടി തോൽക്കണം, ഇനി തോറ്റ് പ്രതിപക്ഷത്ത് നിൽക്കുന്നതാണ് പാർട്ടിയുടെ പ്രോഗ്രസ്സിന് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു ബൗദ്ധിക സമൂഹം CPM-ലുണ്ട്. അവരുടെ ഒരു ശബ്ദം എന്ന നിലയിൽ നേരത്തെ തന്നെ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. വേറെയും ചില നേതാക്കളും സാമൂഹ്യ നിരീക്ഷകന്മാർ പറഞ്ഞു, ഇനി CPM തോൽക്കാനാണ് പഠിക്കേണ്ടത്. ഇനിയും അവർ ഇതുപോലെ വേറെ ആരുണ്ട് എന്ന് ബോർഡും വെച്ചുകൊണ്ട് കേരളം മുഴുവൻ മത്സരിക്കാൻ പോയാൽ പാർട്ടി ഇല്ലാതെയാകും. അപ്പോൾ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഒരു പ്രതീകമായിട്ടാണ് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ ഈ V കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7487 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ളയെക്കുറിച്ചല്ലേ സർ? അതെ, അത് ജനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവിടെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. ബുക്ക് എഴുതുന്നു. അത് സാധാരണഗതിയിൽ CPM-നെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അത് പരിശോധിക്കുകയും വസ്തുതാപരമാണെങ്കിൽ നടപടിയെടുക്കും അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ. നേരെ മറിച്ച് ഇവിടെ പാർട്ടി ചെയ്തത് എന്താണ്? ഇവിടെ പാർട്ടി ചെയ്തത് ആ ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന തരത്തിൽ ഈ ആരോപണ കർത്താവിനെ പുറത്താക്കുന്ന നടപടിയാണ് എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മാർഗമല്ലാതെ വേറെ ഇതില് ഈ 3 പേരിൽ ഈ 2 പേര് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും വിമതരായിട്ട് മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി. കാരണം ഇവരുടെ ജീവൻ ആപത്തിലാകുമോ എന്നുള്ളൊരു ഭയം. കാരണം രണ്ടും നമുക്കറിയാം CPM-ൻ്റെ കോട്ടകളാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ മത്സരിക്കുക തന്നെ പ്രയാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തകർത്തു. ഇദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച ആളുകളുടെ വീട്ടിലെ അവരെ ഒറ്റപ്പെടുത്തുന്നതിനും ആക്രമിക്കുന്നതിനും ഒക്കെ
അല്ലെ ടി.കെ. ഗോവിന്ദന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആന്തൂർ സാജനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതെ അതെ അതെ. സാജൻ്റെ ആത്മഹത്യക്ക് വഴിതെളിച്ച ടി.കെ. ദുരന്ത ശ്യാമളൻ. സംഭവം അതിന് കാരണക്കാരിയാണെന്ന് കരുതുന്ന ഒരാളാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് പാർട്ടി. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം കൂടെ കണക്കിലെടുത്താണ് ഗോവിന്ദനെ UDF പിന്തുണച്ചത്. അതായത് ഒന്ന് സാർ പറഞ്ഞ പോലെ മുസ്ലിം പ്രീണനം, ഇസ്ലാമിസ്റ്റുകളിലൊക്കെ വേണ്ടിയിട്ടുള്ള സംസാരം, 2 സ്വജനപക്ഷപാതം, 3 ആസൂത്രിതമായ CPM നടത്തുന്ന കൊള്ള, ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുറത്തുപോയ നേതാക്കളാണ് ജയിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ സുധാകരൻ്റെ ഭാഷ പറഞ്ഞാൽ അദ്ദേഹം ഒരു ലിബറൽ ഡെമോക്രാറ്റ്സിന് കേരളത്തിലൊരു ഇടമുണ്ട്. അത് നാളെ വളർന്നു വരാവുന്ന ഒരു രാഷ്ട്രീയ ആശയഗതിയാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗത്തും സ്വതന്ത്ര ജനാധിപത്യവാദികൾ ഉയർന്നു വരുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. എല്ലാ പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലും അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ താൻ്റെ അടുത്ത നിലപാട് ഞാൻ കോൺഗ്രസ്സിൽ ചേരാനോ ഇല്ലേ വേറെ ഏതെങ്കിലും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനോ അല്ല പോകുന്നത്. ഒരു സ്വതന്ത്ര ജനാധിപത്യ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരാശയ രൂപീകരണം നടത്തി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊരിടമുണ്ട് കേരളത്തിൽ, സ്വതന്ത്ര ജനാധിപത്യവാദികൾ. ഒരുപക്ഷെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും സുധാകരനും ഉൾപ്പെട്ട നിയമസഭയിലെ ഒരു 3 പേർക്ക് സ്വതന്ത്ര ജനാധിപത്യവാദികൾ എന്ന പേരിൽ UDF ഒരിടം അവർക്ക് സൂക്ഷിക്കാം.